ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സ്വപ്നം വിവരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി എന്നിവരെ ബിസനദിൻ ഹസനിൻ സ്വഹീഹിൻ എന്ന് ഇമാം തിർമിദി തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണിത്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, അയ്യുക്കും റഅൽ ലൈലത റുയാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടവരുണ്ടോ? ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. സത്യസന്ധമായ സ്വപ്നം. സ്വപ്നം മനസ്സിലാക്കാനും ഒരു ഇൽമുണ്ട്. സ്വപ്നം പിശാചിന്റെ ഭാഗത്ത് നിന്നുണ്ട്, സ്വപ്നം മലക്കുകളുടെ ഭാഗത്ത് നിന്ന് വരും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇൽഹാമായിട്ട് വരും. അള്ളാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, ഇത് ഇസ്തിദ്റാജാണ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല. ഉടനെ മനസ്സിലാക്കണം. സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചാൽ അതൊരു പ്രാമാണികതയൊന്നുമല്ല. സ്വപ്നം കൊണ്ട് ലാ യുഹല്ലിലു ഹലാലൻ വലാ യുഹർരിമു ഹറാമൻ, ഒരു സ്വപ്നവും ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യില്ല. വലാകിന്നഹാ മുബശ്ശിറാത്ത്, പക്ഷേ സ്വപ്നങ്ങളിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാകാറുണ്ട്. എപ്പോഴെന്നറിയോ? ആ കണ്ട സ്വപ്നം ശറഇന്റെ വസ്തുതകൾക്ക് നിരക്കുന്നതാകണം. അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അല്ലാഹുവിന്റെ റസൂലല്ലേ അഫ്ദലുൽ ഖൽഖ്. മുത്തുനബി തങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാ. ആ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉമർ തങ്ങളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഉസ്മാൻ തങ്ങളുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് അലിയാർ തങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ, ഹബീബിന്റെ അഹ്ലു ബൈത്തുകളൊക്കെ. സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞിട്ടാണ് റളിയല്ലാഹു തആല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന ഹബീബിന്റെ സ്വാഹിബുഹു ഫിൽ ഗാർ, ഹബീബിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരൻ, 61 കൊല്ലത്തെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവൻ ഹബീബായ നബി തങ്ങളുടെ അംബിയാഇന്റെ സ്ഥാനം കഴിഞ്ഞാൽ ഉടൻ വരുന്ന മഹാനാണ്. ആ മഹാനെ ചവിട്ടിത്താഴ്ത്തിയിട്ട് വേറെ അതുപോലെ പേരുള്ള ഒരാളുടെ ഒരു സ്വപ്നം ആരെങ്കിലും പറയുകയാണെങ്കിൽ മിനിമം ഇത് പിശാചിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസം ഉണ്ടായിരുന്നു? സിദ്ദീഖ് തങ്ങളല്ല, സിദ്ദീഖ് തങ്ങളെക്കാളും സ്ഥാനമുള്ള വേറെ ഒരു പേരുള്ള ആളുണ്ട് എന്ന് പച്ചയായി നമ്മുടെ മൈക്കുകളിൽ, സോഷ്യൽ മീഡിയകളിൽ പരസ്യമായിട്ട് ഒരാൾ പറയാ, അതിനെ സംബന്ധിച്ച് ഒരു അപ്പോളജിയോ അല്ലെങ്കിൽ ഒരു ക്ഷമാപണമോ തെറ്റുപറ്റിപ്പോയെന്ന് പോലും ഇക്കാലം വരെ ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടോ ഇല്ലേ ഒന്ന് അറിയിക്കണം, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ. പച്ചയായിട്ട് പറയാം, സിദ്ദീഖ് തങ്ങളെക്കാളും ആ സിദ്ദീഖ് തങ്ങളെ ചവിട്ടിത്താഴ്ത്തിയിട്ട് മറ്റൊരാളെ ഖലഫുകളിൽ വന്ന, പിൻഗാമികളിൽ വന്ന ഒരാളെ സംബന്ധിച്ച് പറയാ. എന്നിട്ട് അതൊക്കെ വലിയ ഒക്കെ പറയുമ്പോൾ അല്ലാഹു അക്ബർ, ഈ തക്ബീറിനൊന്നും അർത്ഥല്ലേ? എന്താ ഈ തക്ബീർ എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ഈ തക്ബീർ ചൊല്ലുന്നത്? എന്താണ് അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? കൂലിക്കിരിക്കണ മുതഅല്ലിമീങ്ങൾക്കറിയോ എന്തിനാണ് ഈ തക്ബീറിന്റെ അർത്ഥമെന്ന്? തൊണ്ടത്തിനും പിടിച്ചതിനും മുഴുവൻ തക്ബീർ. ഇവിടെ ശരീഅത്തില്ലേ? അല്ലാഹുവിന്റെ ദീൻ, ദീനിന്റെ ശായിറുകളില്ലേ? ഇവിടെ ദീനിന്റെ പ്രമാണങ്ങളില്ലേ? ഇവിടെ ഇസ്ലാമിന്റെ ഉസൂലുകളില്ലേ? ഇവിടെ മഹാന്മാരുടെ മഹത്വങ്ങളെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾക്ക് കൃത്യമായ രേഖയില്ലേ നമ്മുടെ മുമ്പിൽ? ആ രേഖയെ മുഴുവനും ചവിട്ടിത്താഴ്ത്തിയിട്ട് ആരുടെയെങ്കിലും ഒരു സ്ഥാനം ഉയർത്തിപ്പിടിക്കാൻ ഇതുപോലെയുള്ള സ്വപ്നത്തിന്റെ വാറോല കൊണ്ടുവരുന്ന ആളുകൾ മിനിമം സ്വപ്നം പിശാചിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ഇതൊന്നും ലോകത്തോട് പറയാനുള്ളതല്ല. അത് ദിക്ർ ചൊല്ലി കടക്കാത്തത് കൊണ്ട് പിശാച് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ഈ ഉമ്മത്തിന് ഇനി കേൾക്കാൻ ഇടവരരുത്. അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. ഇത് ശരീഅത്തുൽ ഖറാ, ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. മുത്തനബി തങ്ങൾ നമ്മൾ ഇട്ടേച്ചു പോയത് പകൽ വെളിച്ചം പോലെ സൂര്യപ്രഭയുള്ള ഒരു വഴിയിലാണ്. ആ വഴിയിൽ കിടക്കുന്ന മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഈമാൻ പിഴപ്പിക്കാൻ വരുന്ന വിധത്തിലുള്ള ഇതുപോലെയുള്ള ഗീർവാണങ്ങൾ ദയവ് ചെയ്ത് ശരീഅത്തിന്റെ മാപ്പിനിയിൽ വെച്ച് നോക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് മിനിമം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഗീറത്തുൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, കണ്ട് സഹിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ.
സുദ്ദീഖ് തങ്ങളെ കുറിച്ച് കുട്ടികളി കളിക്കേ. സ്വർഗത്തിന്റെ ടിക്കറ്റ് സുദ്ദീഖ് തങ്ങളല്ലേ തരേണ്ടത്? മഹാനായി സുദ്ദീഖ് തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആ മഹാനെ ഇടിച്ചു താഴ്ത്തുകയോ? അള്ളാഹുവിന്റെ റൗള ഷരീഫ് എന്ന ഹബീബായ നബി തങ്ങളുടെ അഫ്ളലു ബിഖാഇൽ അർദ്, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബിന്റെ റൗളയാണ് ബിഇജ്മാഇൽ ഉലമ. ലോക പണ്ഡിതന്മാരുടെ ഇജ്മാആൻ. ആ പുണ്യമായ സ്ഥാനത്തിന് പകരം ഇവിടെ കേരളത്തിലെ 5 സെന്റ് ഭൂമിയിലേക്ക് ഹറമിലെ മണ്ണിനേക്കാളും പുണ്യമുണ്ടെന്ന് കൊണ്ടുവരാൻ നടത്തുന്ന ഇതുപോലെയുള്ള ബാലിശമായ ശ്രമങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഇനി മുതൽ പറയരുത്. ദയവ് ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് നിങ്ങൾ പഠിക്കണം. ഇൽമ് പഠിക്കണം. ദീനിനോട് ഹുർമത്ത് വേണം, അള്ളാഹുവിന്റെ അഹ്കാമിനോട് ഹുർമത്ത് വേണം, ഹബീബായ തങ്ങളോട് ഹുർമത്ത് വേണം. നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവനും വിളിച്ചു പറയാനുള്ളതല്ല, അതിൽ ശറഇനോട് യോജിക്കുന്നത് മാത്രമേ വിളിച്ചു പറയാൻ പാടുള്ളൂ, വിശ്വസിക്കാനും പാടുള്ളൂ. ശറഇനെതിരാണോ മിണ്ടിപ്പോകരുത്. ഇസ്തിദ്റാജ് പിശാചിന്റേതാണ്. മുത്തുനബി തങ്ങൾ സ്വഹാബികളോട് സ്വപ്നം ചോദിക്കാറുണ്ട്. സ്വാദിഖും മസ്ദൂഖുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സുദ്ദീഖീങ്ങളായ സ്വഹാബിമാർ അവര് സത്യമേ പറയൂ, നുണ പറയൂല. ആ സ്വഹാബിമാരോട് തങ്ങൾ ചോദിക്കുകയാണ്, അയ്യുക്കും റഅൽ ലൈലത റുയാ, ഇന്ന് രാത്രി സ്വപ്നം കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ഫഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് നബിയെ, ഞാൻ കണ്ടിട്ടുണ്ട്. റഅയ്തുക അന്ന മീസാനൻ ദുല്ലിയ മിനസ് സമാ. ഇമാം അബൂ ദാവൂദ് എന്നവരെ, ഇമാം അഹ്മദ് എന്നവരെ മുസ്നദിലും ഇമാം തുർമുദി തങ്ങൾ അവരുടെ സുനനിലും കൊണ്ടുവന്ന വളരെ സ്വഹീഹായ സനദുള്ള ഹദീസാണ്. നബിയെ, ആകാശ ലോകത്ത് നിന്ന് ഒരു തുലാസ് ഇറങ്ങി വന്നത് ഞാൻ കണ്ടു നബിയെ. റഅയ്തു കഅന്ന മീസാനൻ ദുല്ലിയ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു മീസാൻ ഇങ്ങനെ ഇറങ്ങി വന്നത് ഞാൻ കണ്ടു. നബിയെ, ആ തുലാസിന്റെ ഓരോരോ തട്ടിലായി അങ്ങയെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നിർത്തിയത് ഞാൻ കണ്ടു. നബിയെ, സിദ്ദീഖ് എന്നവരെക്കാളും ഭാരം നിങ്ങൾക്കായിരുന്നു നബിയെ, അത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടു ഒരു തട്ടിൽ സിദ്ദീഖ് എന്നവരും മറുതട്ടിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. ഫറജഹ അബൂബക്കർ, നബിയെ, മഹാനായ ഉമർ എന്നവരെക്കാളും ഭാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു നബിയെ. ثم وزن عمر وعثمان, പിന്നെ നബിയെ, ഉസ്മാൻ എന്നവരെയും ഉമർ എന്നവരെയും ഓരോരോ തുലാസിന്റെ തട്ടിലായി നിർത്തിയപ്പോൾ ഫറജഹ ഉമർ, ഉസ്മാൻ തങ്ങളെക്കാളും ഭാരമുണ്ടായത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ثم ارتفع الميزان, എന്നിട്ട് ആ തുലാസ് ഉയരുകയാണ് ഉണ്ടായത്. ഞാൻ കണ്ട സ്വപ്നമാണ് നബിയെ എന്ന് ഒരു സ്വഹാബി ഹബീബായ തങ്ങളോട് പറയുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു കറാഹിയത്തിന്റെ അനുഭവം ഞങ്ങൾ അറിഞ്ഞു എന്ന് സ്വഹാബിമാർ പറയുന്നു. കാരണം അവിടെ ഇരിക്കുന്ന സ്വഹാബിമാർ ഓരോരുത്തരുടെയും മഹത്വം മറ്റൊരാളിൽ നിന്ന് താഴെയാണ് എന്ന് വിവരിക്കുന്ന ഈ സ്വപ്നം കാരണം എന്തെങ്കിലും രീതിയിലുള്ള മനപ്രയാസം ഉണ്ടാകുമോ എന്ന് ഹബീബിന് തോന്നിയത് കൊണ്ടാകാം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, പ്രവാചകത്വം കഴിഞ്ഞാൽ പിന്നെ ഖിലാഫത്ത് വരും, ഖലീഫമാര് വരും. ഖിലാഫത്തുർ റാഷിദയുടെ 4 ഖുലഫാഇന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല രാജാധികാരം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരു ദിവസം സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം നബി തങ്ങൾ സ്വഹാബികൾക്കിടയിലേക്ക് വരുന്നു. ഹദീസ് ഇമാം അഹ്മദ് എന്നവരും ഇമാം തുബറാനി എന്നവരും ബിസനദിൻ സ്വഹീഹിൻ റിജാലുഹു സിഖാത്തുൻ എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അടിക്കുറിപ്പ് കൊടുത്ത പ്രാമാണികതയുള്ള ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്കിടയിലേക്ക് വന്നിട്ട് തങ്ങൾ കണ്ട ഒരു സ്വപ്നം പറഞ്ഞിട്ടുണ്ട്.
رأيت قبيل الفجر كأني أعطيت المقاليد والموازين. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഖജനാവുകളുടെ താക്കോലും തുലാസുകളും അല്ലാഹു എനിക്ക് തന്നത് ഞാൻ ഇന്നലെ കണ്ടു. وأما الموازين فهذه الموازين التي تزنون بها وتعرفونها. നിങ്ങൾ അറിയുന്ന അങ്ങാടികളിലെ ഷോപ്പുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തുലാസ് തന്നെയാണത്. ഫജീഅ ബി, എന്നെ അല്ലാഹു കൊണ്ടുവന്നു. വവുദിഅത് ഉമ്മതി ഫീ കിഫത്തിൻ, എൻ്റെ ഉമ്മത്തികളെ മുഴുവൻ തുലാസിന്റെ മറ്റൊരു തട്ടിലും. ഫറജഹ്തു ബിഹിം, അല്ലാഹു എനിക്കാണ് ഭാരം നൽകിയത്. ഈ ഉമ്മത്തികളായ ഉമ്മത്തികളുടെ മുഴുവൻ അമൽ തുലാസിന്റെ ഒരു തട്ടിലും അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മാത്രം തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിനാണ് ഭാരമുണ്ടായത് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ തന്നെ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൽകുന്ന ഫضലാണത്. ثم جيء بأبي بكر فوزن بهم فوزن. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മത്തികളെയും അല്ലാഹു തൂക്കി. ഉമ്മത്തികളെ മുഴുവൻ തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചപ്പോൾ ഫവസൻ, മഹാനായ സിദ്ദീഖ് എന്നവർക്കാണ് ഭാരമുണ്ടായത്. ثم جيء بعمر فوزن بهم فوزن. മഹാനായ ഉമർ എന്നവരെ തുലാസിന്റെ ഒരു തട്ടിലും ഇപ്പുറത്ത് ഉമ്മത്തികളെ മുഴുവൻ. നമ്മൾ അറിയണം എന്താണ് ഈമാൻ, എന്താണ് ഈമാൻ. ആ ഉമ്മത്തികൾ മുഴുവൻ എന്ന് വന്നതിൽ എല്ലാ സ്വഹാബിമാരും പെട്ടു. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അടക്കമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ പെട്ടു, ആരിഫീങ്ങൾ പെട്ടു, ഉലമാ പെട്ടു, മുതഅല്ലിമീങ്ങൾ പെട്ടു, ഹാഫിളീങ്ങൾ പെട്ടു, ആലിമീങ്ങൾ പെട്ടു. ഇവരെയെല്ലാം തുലാസിന്റെ ഒരു തട്ടിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു തട്ടിലും വെച്ചപ്പോൾ ഫവസന, ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് ഭാരമുണ്ടായത്. അതുപോലെ ഉസ്മാൻ തങ്ങളെ വെച്ചപ്പോഴും മുഴുവൻ ഉമ്മത്തികളെക്കാളും ഉസ്മാൻ എന്നവർക്ക് ഭാരമുണ്ടായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സിദ്ദീഖ് തങ്ങളുടെ, മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈ മഹത്വം എന്തുകൊണ്ടെന്നറിയുമോ? മഹാനായ ഇബ്നു അബ്ദില്ലാഹിൽ മുസനി തങ്ങൾ, മഹാനായ ഇബ്നു അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടുപേരും പറയുന്നു, മാ സബഖകും അബൂബക്കറിൻ ബികസറത്തി സൗമിൻ വലാ സ്വലാ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് നോമ്പും ഒരുപാട് നിസ്കാരവും ഉണ്ടായത് കൊണ്ടല്ല നിങ്ങളെക്കാൾ മുഴുവനും സിദ്ദീഖ് എന്നവർക്ക് സ്ഥാനമുണ്ടായത്. നിങ്ങൾ സിദ്ദീഖ് എന്നവരെക്കാളും നിസ്കാരമുള്ളവർ നിങ്ങളിലുണ്ടാകാം, സിദ്ദീഖ് എന്നവരെക്കാളും സുന്നത്ത് നോമ്പെടുക്കുന്നവർ നിങ്ങളിലുണ്ടാകാം. ഇന്നമാ സബഖകും ബിശൈഇൻ, ഇന്നമാ സബഖകും ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന ഈമാനിന്റെ കട്ടി കൊണ്ടാണ് സിദ്ദീഖ് എന്നവർ മുഴുവൻ ഉമ്മത്തികളെക്കാളും സിദ്ദീഖ് എന്നവരുടെ ഈമാനിന് കനമുണ്ടായത് എന്ന് മഹാനായ അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ബക്ർ ഇബ്നു അബ്ദില്ലാഹിൽ മുസനി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങൾ മുഴുവൻ സ്വഹാബികളെ സംബന്ധിച്ചും ഇങ്ങനെ പറയാറുണ്ട്. സ്വഹാബിമാരെക്കാളും ഇബാദത്തുള്ള താബിഈങ്ങളുണ്ട്. പക്ഷേ ആ താബിഈങ്ങളെക്കാളും സ്ഥാനം സ്വഹാബികൾക്കാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഖൽബിൽ അല്ലാഹു നൽകുന്ന ഈമാന് കൊണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറ്റമുണ്ടാവണം. കർമ്മഭൂമിയിൽ നന്മയുടെ വീഥിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇർഹമൂ തുർഹമൂ. നിങ്ങൾ ജനങ്ങളോട് കരുണ കാണിക്കണേ, എന്നാൽ ജനങ്ങൾ നിങ്ങളോട് ഇങ്ങോട്ട് കരുണ കാണിക്കും. വഗ്ഫിറൂ യുഗ്ഫറു ലക്കും. നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം, നിങ്ങൾക്ക് ജനങ്ങൾ മാപ്പ് തരും. വൈലുൽ ലിഅഖ്മാഇൽ ഖൗൽ, വൈലുൽ ലിഅഖ്മാഇൽ ഖൗൽ. അഖ്മാഉൽ ഖൗൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെവിയിലൂടെ കേൾക്കുകയും അത് ശ്രദ്ധിക്കാതെ ചെവിയിൽ നിന്ന് കളയുകയും ചെയ്യുന്ന ആളുകൾ, വെറുതെ കേട്ടുപോകുന്നവര്, അവർക്ക് നാശമാണ്, നാശമാണ്. വൈലുൽ ലിൽ മുസ്രിൻ അല്ലദീന യുസിറൂന അലാ മാ അമിലു വഹും യഅലമൂൻ. അറിവുണ്ടായതിന്റെ ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ആവർത്തിക്കുന്നവർക്ക് നാശമാണ്.
ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അത് തെറ്റുകളാണെന്ന് ബോധ്യമായതിന് ശേഷം അത് നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് നാശമാണ്, വൈലുൻ വൈലുൻ, അവർക്ക് നാശമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു. അതുകൊണ്ട് സജ്ജനങ്ങൾ, ദുർജനങ്ങൾ ധാരാളമുള്ള ഒരു ലോകത്ത് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പ്രയാസമുണ്ട് മുഅ്മിനേ. നാട്ടുകാർ മുഴുവനും പലിശ ഇടപാടുകളുമായി ബന്ധപ്പെടുമ്പോ തൊട്ടതിനും പിടിച്ചതിനും പണയം വെക്കല്, വട്ടിപ്പലിശയും അല്ലാത്ത പലിശയുമായിട്ട് ഹറാമിന്റെ ബിസിനസ്സുകളിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുമ്പോ, കളവ് പറഞ്ഞ് കച്ചവടക്കാര് കച്ചവടം ചെയ്യുമ്പോ അതൊന്നുമില്ലാതെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ 1000-ൽ 1 10,000-ൽ 1 അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് നോക്കണേ. ഇന്നമന്നാസു കഇബിലി മിഅ ലാ തകാദു തജിദു ഫീഹാ റാഹില. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഇന്നമന്നാസു കഇബിലി മിഅ, ജനങ്ങൾ 100 ഒട്ടകങ്ങളെ പോലെയാണ്. അതിന് വേറെ അർത്ഥമുണ്ട്, ഞാൻ വഴിയെ പറയാം. 100 ഇബിൽ ഒട്ടകം, 100 ഒട്ടകങ്ങളെ പോലെ, ലാ തകാദു തജിദു ഫീഹാ റാഹില, അതില് യാത്ര ചെയ്യാൻ പാകമുള്ള ഒരു ഒട്ടകവും കിട്ടുന്നില്ല. 100 എണ്ണമുണ്ട്, പക്ഷെ ഏതുമല്ല യാത്ര ചെയ്യാ, ഇവൻ സ്ലോ ആണ്, ഇവൻ തളരും, ഇവന് 100 ഒട്ടകമുണ്ട്, പക്ഷേ കാര്യത്തിന് പോകുന്ന ഒന്നുപോലുമില്ല. ഇങ്ങനെയാണ് ജനങ്ങളെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാര്യത്തിന് പോകുന്നവര്, ഒരു ദീനീ സ്ഥാപനം നടത്താൻ എത്ര പേര് മുമ്പിലുണ്ടാവും? ഒരു 4-5 പേര് അത്രയുണ്ടാവും. ബാക്കിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. അവര് ഊണും ഉറക്കില്ലാണ്ട് ഓടിച്ചാടി നടക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ബറക്കത്തും ഖബൂലിയത്തും ഇഖ്ലാസും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനിന്റെ ഖാദിമീങ്ങൾ, മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ കുറച്ചേ ഉണ്ടാവൂ. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉലമാഇനും സാദാത്തിനും, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിലെ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ, അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ കുടുംബത്തിലെ സയ്യിദന്മാർ, നമ്മുടെ മറ്റു കുടുംബങ്ങളിലെ ഖബീലകളിലെ സയ്യിദന്മാർ, നമ്മോടൊപ്പം ഈ സദസ്സിലിരിക്കുന്ന സാദാത്യങ്ങൾ, അവർക്കൊക്കെയും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കാരണം 10,000-കണക്കിന് ആളുകളിൽ കാര്യത്തിന് പോന്നവർ 1-2 കാണും. ഇനി അതല്ല, ഈ ഹദീസിന് മറ്റൊരർത്ഥമുണ്ട്. മഹാനായ റാഗിബുൽ അസ്ഫഹാനി ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം പറയും, അറബികൾ 100 ഒട്ടകമുണ്ടാകുമ്പോഴേ ഇബിൽ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ നാഖ, ജമൽ എന്നൊക്കെ പറയാം. 100 ഒട്ടകമുണ്ടെങ്കിലേ ആ ഒട്ടക കൂട്ടങ്ങളെയാണ് ഇബിൽ എന്ന് പറയാം. അപ്പോ ഇബിൽ എന്ന് പറഞ്ഞാൽ 100, പിന്നെ ഒരു 100-ഉം, അപ്പോ 100/100, അത് 100 × 100 ആണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ പറയുന്നത് 10,000 ഒട്ടകങ്ങളായി. 10,000 ഒട്ടകങ്ങൾ, 10,000 ഒട്ടകങ്ങളിൽ 10,000 ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒന്നുപോലും കാണുന്നില്ല. ഇങ്ങനെയാണ് ജനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിർ സമാനിലേക്ക് അടുക്കുമ്പോൾ ഉള്ള ഒരു ഉമ്മത്തിന്റെ സ്വഭാവമാണ്. എല്ലാവരും ഉണ്ട്, പക്ഷെ കാര്യത്തിന് പോന്നവരില്ല. പക്ഷെ കാര്യത്തിന് പോന്നവർ നമുക്ക് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളെ ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ വഹൈബ് ബിൻ വർദ് റളിയല്ലാഹു തആല അൻഹു, ഹിജ്റയുടെ 153-ൽ വഫാത്തായ മഹാന്മാരൊക്കെ അവരെ സംബന്ധിച്ച് സിഖത്തുൻ ആബിദുൻ സാലിഹുൻ എന്നൊക്കെ പറഞ്ഞ പ്രഗൽഭനാണ്. ഇമാമുന സൗരി, സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുടെ മജ്ലിസ് കഴിഞ്ഞാൽ, ദർസ് കഴിഞ്ഞാൽ സുഫിയാനു സൗരി തങ്ങൾ പറയും, നമുക്ക് പോകാം, ഖുമു ബിനാ ഇല തബീബ്, ഡോക്ടർ അടുത്തേക്ക് പോകാം, വരും കുട്ടികളെ. ദർസ് കഴിഞ്ഞിട്ട് മുദരിസും കുട്ടികളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടർ അടുത്തേക്ക് പോവുക. എന്നിട്ട് ആരുടെ അടുത്തേക്ക് പോവെന്നറിയോ? മഹാനായ ഈ പ്രഗൽഭനായ പണ്ഡിതൻ വഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക്. അവിടെ ദർസ് നടക്കുന്നില്ല, പക്ഷേ അതൊരു മരുന്നാണ്. എത്രയോ മുദരിസുമാർ മഹാനായ അത്തിപ്പറ്റസ്ഥാന്റെ അടുത്തേക്ക് വരും. വലിയ വലിയ ആലിമീങ്ങൾ മഹാനെ കണ്ടു കാണും. ഉസ്താദുടെ ദർസ് നടത്തി കൊടുത്തിട്ടാവില്ല. ആ മഹാന്റെ മജ്ലിസിലൊന്നിരിക്കുക, ഒരു തബറുഖ്, അവരുടെ ആ ഒരു മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കുക. ലനദറത്തുൻ ഇലാ വജ്ഹി സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുന്നത് എത്രയോ വർഷങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും ഒരുപക്ഷെ പുണ്യമാവും എന്ന് മഹാന്മാർ പറയാറുണ്ട്.
ആലിമീങ്ങൾ സാദാത്യങ്ങളെ ചെന്ന് കാണുക. എന്തിനെന്നറിയോ? അവരുടെ നന്മ വർദ്ധിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു മഹാനാണ് വഹൈബ് ബിൻ വർദ് റളിയല്ലാഹു അൻഹു. സുഫിയാൻ സൗരി തങ്ങൾ ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ് സുഫിയാൻ എന്നവരെ. ദർസ് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ അടുത്തേക്ക് പോവല്ലേ. ആരാ ഡോക്ടർ എന്നറിയോ? തസൗഫിന്റെ ആലിമായ വഹൈബ് ബിൻ വർദ് റളിയല്ലാഹു അൻഹു. അവരുടെ അരികത്തേക്ക് ചെന്ന് നിൽക്കും. ആ മഹാനവറുകൾ പറയുകയാണ്, വഹൈബ് ഇബ്നു വർദ് എന്നവര്, തസൗഫാണിത്, ഇതാണ് ഖൽബിലേക്ക് തറക്കുന്നത്. തസൗഫ് എന്ന് കേൾക്കുമ്പോഴേക്കും തലയിൽ മുടി എഴുന്നേൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇബ്നു തൈമിയ്യയുടെ മജ്മുഉൽ ഫതാവ എന്ന് എടുത്തു നോക്കുക. അദ്ദേഹം എന്താണ് ഈ തസൗഫിനെ കുറിച്ച് പറഞ്ഞത് എന്ന്. അദ്ദേഹത്തെങ്കിലും നിങ്ങൾ അംഗീകരിക്കുമായിരിക്കാം. തസൗഫ് എന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ പിഴച്ചവരാണെന്ന് പറയുന്നവർ, ഇത്തഖുല്ലാഹ ഫീ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും വഴിവിട്ട് ജീവിച്ച തസൗഫിന്റെ പേര് സ്വീകരിച്ച ആളുകളെ പറയുന്നത് മഹാന്മാരായ ഉലമാഇനെ സംബന്ധിച്ച്, തസൗഫിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പോകരുത്. ഇത്തഖുല്ലാഹ്, പുത്തനാശയക്കാർ ഇതിലൊക്കെ പെട്ടുപോയവരാണ്. അവരെ ഉണർത്താൻ വേണ്ടി പറയുകയാണ്. ദയവ് ചെയ്ത് മജ്മുഉൽ ഫതാവ എടുത്തു നോക്കുക. ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞിട്ടുള്ളത്?